അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എങ്ങോട്ടാണ് മേഘന? നമുക്കൊന്ന് ഫോർട്ട് കൊച്ചി പോയാലോ? കൊച്ചി താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. കാരണം അത്രയേറെ നമ്മളൊരു സമയം ചെലവഴിക്കാനും ഒക്കെ പോകുന്നൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. നിരവധി ചരിത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അവശേഷിപ്പുകളാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. അങ്ങനെ ഒരു അവശേഷിപ്പിന്റെ കഥയിലേക്കാണ് ഈ നമ്മൾ പോകുന്നത്. വാട്ടർ മെട്രോ നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ ചില ശിലാവസ്തുക്കളുടെ കഥ. ഈ ശിലകൾക്ക് ചില സവിശേഷതകളുണ്ട്. കാണാം ഈ റിപ്പോർട്ട്. ഫോർട്ട് കൊച്ചി തീരത്ത് വാട്ടർ മെട്രോ നിർമ്മാണത്തിനായി മണ്ണ് മാറ്റിയപ്പോഴാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. കൊച്ചിൻ സർവകലാശാല മറൈൻ ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രതീഷ് കുമാറിനും കൂട്ടർക്കും തോന്നിയ സംശയമാണ് പിന്നീട് ഗവേഷണങ്ങളിൽ കലാശിച്ചത്. ഗവേഷണങ്ങൾ പൂർത്തിയായപ്പോൾ ഇവർ സ്ഥിരീകരിച്ചത് ചരിത്രത്തിന്റെ ഏട്. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തിനു വേണ്ടി ഉണ്ടാക്കി? പിന്നെ ഈ കല്ലുകൾ എവിടെ നിന്ന് ഇവർ ശേഖരിച്ചു? ഇതാണ് ഞങ്ങളുടെ ഗവേഷണത്തിൽ ഞങ്ങൾ അന്വേഷിച്ചത്. ഇപ്പോൾ ഇതിനു വേണ്ടി അന്വേഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സാമ്പിൾസ് ആവശ്യമുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവരുടെ പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടി. ആ പെർമിഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്നിട്ട് ഈ റോക്ക് സ്ട്രക്ചേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം ഞങ്ങൾ സാമ്പിളുകൾ ഡ്രിൽ ചെയ്ത് സാമ്പിളുകൾ ശേഖരിക്കുകയും പിന്നീട് അതിൻ്റെ ജിയോ കെമിക്കൽ അനാലിസിസ് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇത്തരം പഠനങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലായി അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ഗാബ്രോയും വിഭാഗത്തിൽപ്പെട്ട കല്ലുകളാണ്. ഡോക്ടർ രതീഷിനൊപ്പം തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചരിത്ര ഗവേഷണ വിദ്യാർത്ഥിനി ഉത്തര ബാബു, മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി VS ദുനിയാരാജ്, PB അക്ഷയ്, മൈസൂർ സർവകലാശാല വിദ്യാർത്ഥിനി B രേവതി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളാണ് കണ്ടെത്തലിന് പിന്നിൽ. ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ധാരാളമുള്ള ഫോർട്ട് കൊച്ചിയെ പൈതൃക കേന്ദ്രമാക്കി സംരക്ഷിക്കണമെന്നതാണ് രതീഷിന്റെ ആവശ്യം. ഇപ്പം നമുക്ക് കുഴിച്ചെടുത്ത ഈ പുരാവസ്തുക്കൾ കാണിക്കുന്നത് ഇനിയും നമ്മൾ അറിയപ്പെടാത്ത ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗം ഈ ഒരു ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് നമുക്ക് ആവശ്യമാണ്. ലോക ഭൂപടത്തിൽ തന്നെ, ഹെറിറ്റേജ് ഭൂപടത്തിൽ തന്നെ ഫോർട്ട് കൊച്ചിക്കുള്ള ഒരു പ്രാധാന്യം നമ്മൾ തീർച്ചയായിട്ടും ഈ പഠനങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്കും ഒപ്പം തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവർക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് പോയാൽ അത് കാണാൻ സാധിക്കും. മാത്രമല്ല ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടില്ലാത്തവരോട് പറയുകയാണ് അവിടെ നിരവധി അവശേഷിപ്പുകളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുവരുന്നത് നന്നായിരിക്കും. എന്തായാലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. എങ്ങനെ പോയിട്ടുണ്ടോ? തീർച്ചയായും അവിടെയല്ലേ നമ്മൾ അല്ല, ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിദേശ ആധിപത്യത്തിന്റെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ്. ജൂതന്മാരുടെ മനസ്സിലെ ഒരുപാട് ഇമോഷൻസ് ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്.